അനിൽ അക്കര ചേരുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ അക്കര, ഈ സുരേഷ് ഗോപി അവിടെ വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ താരപരിവേഷമൊക്കെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടു. ഈ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ബി.ജെ.പിക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കാനുള്ള സാധ്യതയാണ് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, ഇവിടെ സുരേഷ് ഗോപിയുടെ മത്സരത്തെ ഞങ്ങൾ കാണുന്നത് രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനും വേണ്ടിയുള്ള മത്സരമാണ്. അത് വെള്ളി വേണോ വെങ്കലം വേണോ എന്നുള്ളത് CPM-ഉം BJP-യും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒന്നാം സ്ഥാനത്തിന് ഇവിടെ മത്സരമൊന്നുമില്ല. കാരണം ഇവിടെ സുരേഷ് ഗോപി പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചു, നിങ്ങളെന്ന് എല്ലാവരും കണ്ടതാണ്. അന്ന് അദ്ദേഹം തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു. അതിനുശേഷം അതിനേക്കാൾ ചെറിയ മണ്ഡലമായ തൃശൂര് അസംബ്ലി മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞതിന് ശേഷം അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചു. അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് വന്നത്. അപ്പൊ അദ്ദേഹം ആദ്യം മത്സരിച്ച ഇമ്പാക്ട് പോലും രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിക്കാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഞങ്ങളുടെ ഷുവർ സീറ്റുകൾ ഒന്നാണ്. TN പ്രതാപനാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളുടെ രാജകുമാരനാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സുരേഷ് ഗോപി അല്ല മോഡി മത്സരിച്ചാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഈ സുരേഷ് ഗോപി ഇപ്പോൾ ഇത്രയും നാളുകളായി തോൽവിയൊക്കെ ശരി തന്നെ, പക്ഷെ അതിനുമപ്പുറം ഈ ദിവസങ്ങളിൽ വളരെ സജീവമായ മണ്ഡലത്തിൽ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വളരെ സജീവമായി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് അന്നത്തെ പോലെ പെട്ടെന്ന് വന്ന സ്ഥാനാർത്ഥിയല്ല ഇക്കുറി സുരേഷ് ഗോപി. അല്ല, എങ്ങനെ സുരേഷ് ഗോപി പെട്ടെന്ന് വന്ന സ്ഥാനാർത്ഥിയാവുന്നത്? ഞാൻ സൂചിപ്പിച്ചല്ലോ, സുരേഷ് ഗോപി പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചല്ലോ. അതിനുശേഷമാണല്ലോ അസംബ്ലി ഇലക്ഷൻ നടന്നത്. അല്ല, പാർലമെന്റും അസംബ്ലിയും രണ്ട് രാഷ്ട്രീയമാണല്ലോ, രണ്ട് തരത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ അസംബ്ലി മണ്ഡലം നമുക്ക് മാറ്റിവെക്കാം, തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേവലം 17 ദിവസമാണ് സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പ്രചാരണം നടത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞത്. അല്ലല്ല, നിങ്ങൾ അതങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമില്ല. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് മത്സരിച്ച സുരേഷ് ഗോപിക്ക് തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ അന്ന് രണ്ടാം സ്ഥാനമായിരുന്നു. പിന്നെ തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ അത് ചെറിയൊരു മണ്ഡലമാണ്. അവിടെ മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് വന്നത്. പിന്നെ നിങ്ങൾ തൃശൂർ പാർലമെന്റിന്റെ ഒരു ചരിത്രവും അതുപോലെ തന്നെ തൃശൂർ പാർലമെന്റിനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. തൃശൂർ പാർലമെന്റിനകത്ത് ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ UDF LDF സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യത്യാസം കേവലം 5000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് വരാൻ പോകുന്നത്. കാരണം ഇവിടെ ആകെ വോട്ട് ചെയ്യാൻ പോകുന്നത് ആകെ 1 ലക്ഷം വോട്ടുകൾ മാത്രമാണ് തൃശൂർ അസംബ്ലി മണ്ഡലത്തിലുള്ളത്. അതിനപ്പുറത്ത് ബാക്കി വരുന്ന 6 അസംബ്ലി മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെ എണ്ണം 2 ലക്ഷത്തിന്റെ അടുത്ത് വരും. സ്വാഭാവികമായും 2 ലക്ഷത്തിന്റെ അടുത്ത് വരും. ആ 2 ലക്ഷവും 1 ലക്ഷം തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. സുരേഷ് ഗോപിക്ക് ആ മണ്ഡലങ്ങളിലൊക്കെ ശരാശരി കിട്ടാൻ പോകുന്നത് 30,000 35,000 വോട്ടാണ്. LDF UDF സ്ഥാനാർത്ഥികൾക്ക് 65,000 80,000 വോട്ടിന്റെ വ്യത്യാസമാണ് ആ വോട്ടാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായ ഒരു സാധ്യതയും ഞങ്ങൾ തൃശ്ശൂരിന്റെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ആളുകളാണ്, തൃശ്ശൂരിന്റെ മണലിൽ ചവിട്ടി നിൽക്കുന്ന ആളുകളാണ്, തൃശ്ശൂരിന്റെ വായു ശ്വസിക്കുന്ന ആളുകളാണ്, തൃശ്ശൂരിലെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ ഈ രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യമില്ല. BJPക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒന്നായി തൃശ്ശൂർ മാറും.